അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടൊരു അടിപൊളി ബിരിയാണിയാണ്. അതും ബീഫ് പൊരിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അടിപൊളി ബിരിയാണി വെക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് സവോളയും തക്കാളിയും ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാള ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അത്യാവശ്യത്തിന് ഒരു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല, നമ്മുടെ പണി എളുപ്പമാവും. ഇനി ഇതിലേക്ക് ഒന്നര തക്കാളി ചെറുതാക്കി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് 1.5 ആണ് എടുത്തിരിക്കുന്നത്. അധികം എടുത്താൽ ചിലപ്പോൾ പുളി കൂടും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ വെന്ത് വന്ന തക്കാളിയും സവോളയും കൂടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുക. ഒരു ഫുള്ളായിട്ടുള്ള ഒരു വെളുത്തുള്ളിയും അത് തോല് കളയാതെ നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് അതും ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ ഒരു 10 പച്ചമുളകും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിൽ തന്നെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇവിടുത്തെ ബീഫൊക്കെ ആകുമ്പോൾ എനിക്ക് എടുക്കാറുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 7 വിസിലായാലാണ് ഇതൊന്ന് വെന്ത് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മുടെ മസാലയിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചതാണ്, അതും കൂടി ആഡ് ചെയ്യുക. പിന്നെ ഗരം മസാല ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ആവുമ്പോഴത്തേനും നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ 4 ഗ്ലാസ് ജീരകശാലയുടെ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കൂറ്റിയെടുത്തതാണ്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ചോറ് നല്ല വേറിട്ടിട്ട് കിട്ടും, നല്ല സ്റ്റിക്കി ആവാതെ ഇങ്ങനെ വേറിട്ടിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ അതായത് നോക്കുക, നല്ലൊരു വേറിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഞാൻ 6 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു പാന് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ആഡ് ചെയ്യുന്നത് 6 കാഷ്യൂനട്ടും ഒരു പിടി തേങ്ങയും കൂടി അരച്ചതാണ്. ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കുക. ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ചും കൂടി പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില പുതിനയിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടിഭാഗത്ത്. ഇനി ഇതിലേക്ക് ഇനി നമുക്ക് മസാല അതുപോലെ തന്നെ ചോറ് അതുപോലെ ലെയറാക്കി എടുക്കാം. ഞാനിനി നെയ്യൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ചോറ് വറ്റിച്ചെടുത്തതും നെയ്യിലാണ്, അതുപോലെ തന്നെ മസാല റെഡിയാക്കിയതും നെയ്യിലാണ്. അപ്പോൾ ഇനി വേറെ നെയ്യൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില പുതിനയില അതുപോലെ തന്നെ ഉള്ളി പൊരിച്ചത് കാഷ്യൂനട്ട് റേസിൻസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതേ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നല്ല നമ്മുടെ ചോറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് അതുപോലെ തന്നെ ആ ബീഫൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടും താത്തയ്ക്ക് ആയിട്ടുള്ള സുൽഫീനാണ്. അപ്പോൾ ആൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.